നിങ്ങളെ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങളെ കണ്ട ഞങ്ങളെ കുട്ടി പേടിക്കും. കാരണം നിങ്ങൾക്ക് ഒരു കണ്ണുള്ളൂ, ഒറ്റ കണ്ണ്. പലപ്പോഴും അങ്ങനെ തന്നെ അവർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മരിക്കണ നേരത്തോ പറയില്ല. പക്ഷേ മാതാപിതാക്കൾ പറഞ്ഞോ? ഒരു ഉമ്മ മകനെ വളരെ പ്രയാസപ്പെട്ട് വളർത്തുന്നു. നമ്മുടെയൊക്കെ സമൂഹത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു ചെറിയ സാമ്പിളാണ്. അതിൻ്റെ അവസാനത്തിൽ മാത്രമേ കഥയുടെ ഒരു ട്വിസ്റ്റുള്ളൂ. വളരെ പ്രയാസപ്പെട്ട് മോനെ വളർത്തി, ഒരു വിഷമം അറിയിച്ചില്ല. അവൻ വളർന്നു, അവൻ വലുതായി. പഠിക്കണ സമയത്ത് ഉമ്മ അവൻ്റെ കൂടെ പഠിക്കാനും വായിക്കാനും ഒക്കെ ഇരുന്നു കൊടുത്തു. ഉമ്മക്ക് അങ്ങനെ എഴുതാനും വായിക്കാനും പഠിക്കാനൊന്നും അറിയില്ല. പക്ഷേ മോൻ വായിക്കണ സമയം ഉമ്മ ശരിക്കും അവൻ്റെ കൂടെ ഇരിക്കും, നന്നായി ഫോളോ അപ്പ് ചെയ്തു. അവൻ്റെ ഉപ്പയുടെ സ്വപ്നം അവനൊരു ഡോക്ടറാവണം എന്നുള്ളതാണ്. ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും സഹിച്ചും ക്ഷമിച്ചുമൊക്കെ ഒരുപാട് അവനെയുമായി പോയി. അവന് വിവാഹപ്രായം എത്തിയപ്പോൾ ഉമ്മ അവനെ നല്ലൊരു അനാഥയായ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു. ഒരു അനാഥത്വത്തിൻ്റെ വേദന അറിഞ്ഞ ഒരു സ്ത്രീ എന്ന നിലക്ക് ഒരു പെൺകുട്ടിക്ക് സംരക്ഷണം കൊടുക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ആ കുട്ടി അവൾ അനുഭവിക്കാത്ത സൗകര്യത്തിലേക്കും ആശ്വാസത്തിലേക്കൊക്കെ എത്തിയപ്പോൾ ഈ ഒരു സ്ത്രീ അവർക്കൊരു തടസ്സമാണ് എന്നാണ് ചിന്തിച്ച്. അത് ഈ ഉമ്മക്ക് മനസ്സിലായപ്പോൾ ഉമ്മ മകൻ വെച്ച പുതിയ വീട്ടിൽ നിന്ന് പിന്നെ അവരുടെ ഉപ്പുണ്ടാക്കിയ പഴയ കൂരയിലേക്ക് തന്നെ താമസം മാറി, വീട് മാറി താമസിച്ചു. അപ്പം ഞാൻ ഈ പറഞ്ഞു പോണ വഴികളിലൊക്കെ ചില കഥാപാത്രങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു പക്ഷേ വരുന്നുണ്ടാവും. ഒരു വീടിൻ്റെ മൂലയിൽ തനിച്ചായി പോകുന്ന ചില പ്രായം ചെന്നവരുണ്ട്. പ്രത്യേകിച്ച് രണ്ടിലൊരാൾ മരണപ്പെടുമ്പോൾ, ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മരണപ്പെടുമ്പോൾ ലോകത്തവർക്ക് എന്തെല്ലാം നമ്മൾ ഒരുക്കി കൊടുത്താലും ആ ഭർത്താവില്ല എന്നത്, ഭാര്യ ഇല്ല എന്നത്, ഇത്രയും പ്രായമൊക്കെയായിട്ട് ഇനിയിപ്പോൾ അവർക്ക് അതൊക്കെ ഒരു പ്രശ്നമാകുമോ എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ ഒരു ഉപ്പയോ ഉമ്മയൊക്കെ രണ്ടിലൊരാൾ മരണപ്പെട്ടാൽ രണ്ടിലൊരാൾക്ക് ഒരു പുതിയ ഇണയെ വേണോ തുണയെ വേണോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ചിന്തിക്കാൻ പോലും ഭാഗ്യം കിട്ടാത്ത ആയിരക്കണക്കിന് മണ്ടന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്തായാലും ഈ സ്ത്രീ, കഥയിലെ സ്ത്രീ അങ്ങനെ തന്നെ പറയണം. നമ്മൾ ചില അനുഭവങ്ങളൊക്കെ പങ്കുവെക്കണോണ്ടാണ് ഞാനിത് കഥയാണെന്ന് തീർത്തു പറയുന്നത്. പിന്നെ കഥയിലെ സ്ത്രീ എന്ത് ചെയ്യുന്നു? അവരുടെ പഴയ കൂരയിലേക്ക് മാറുന്നു. അപ്പോഴാണ് അവരറിയണത് മോനൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട് എന്ന്. അപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടി അവർ വരികയാണ്. വരുമ്പോൾ കുഞ്ഞിനെ മടിയിൽ താലോലിച്ച് മകനും ഭാര്യ ഇരിക്കുകയാണ്. കണ്ടപ്പോഴേ നമ്മുടെ ഈ കഥാപാത്രമാകുന്ന മരുമകൾക്ക് ഭയങ്കര കുറച്ചൊരു ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണല്ലോ, കഥാപാത്രത്തെ സൃഷ്ടിക്കുകയാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് നിങ്ങളെ കുട്ടീനെ തരും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങളെ കണ്ട ഞങ്ങളെ കുട്ടി പേടിക്കും. കാരണം നിങ്ങൾക്കൊരു കണ്ണുള്ളൂ, ഒറ്റ കണ്ണ്. ആ കണ്ണൊക്കെ കണ്ടാൽ, കൊഴിഞ്ഞ കണ്ണൊക്കെ കണ്ടാൽ ചിലപ്പോൾ കുട്ടി പേടിക്കും, അതുകൊണ്ട് തരൂല എന്ന് പറഞ്ഞു. അവർ സ്വാഭാവികമായിട്ടും കരഞ്ഞു മടങ്ങാണ്. അങ്ങനെ മരണത്തോടടുക്കുമ്പോൾ മകന് വേണ്ടി അവരൊരു കുറിപ്പ് എഴുതി വെച്ചു. മകന് വേണ്ടി എഴുതി കുറിപ്പിലുണ്ടായിരുന്നത്, നിൻ്റെ ഭാര്യനോട് പറയണം, എൻ്റെ കണ്ണ് ഒറ്റൊന്നായി പോയത്, ഞാൻ ഒറ്റക്കണ്ണിയായി പോയത് പണ്ട് നീ ചെറിയ കുട്ടിയായപ്പോൾ കളിക്കണീൻ്റെ അടുക്ക് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് എൻ്റെ കണ്ണിനടിച്ചതുകൊണ്ടാണ്. അങ്ങനെയാണ് എൻ്റെ കണ്ണ് പൊട്ടിപ്പോയത് എന്ന കാര്യം നീ അറിയണം. നിൻ്റെ ഭാര്യയോട് പറയും വേണം, സാറില്ല, നമുക്ക് സ്വർഗത്തിൽ ഒരുമിക്കാൻ കഴിയട്ടെ എന്ന് ആയിരുന്നു ആ കത്തിലുണ്ടായിരുന്നത് എന്നാണ്. ഇവിടെ നമ്മളൊരു കുറച്ച് കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചത്, ശരിയായി പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു പരിസരത്ത് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മക്കൾക്ക് വേണ്ടി സഹിച്ചതൊക്കെ മാതാപിതാക്കളുടെ നെഞ്ചിൻ കൂട്ടിൽ അങ്ങനെ കിടക്കുന്നുണ്ടാവും. മക്കളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അറിയുന്നുണ്ടാവില്ല. അവർ സഹിച്ചതും ത്യജിച്ചതും സമർപ്പിച്ചതുമാണ് മക്കളുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ ജീവിതം എന്നത് പലപ്പോഴും തിരിച്ചറിയാതെ പോകുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട സ്നേഹത്തിൻ്റെ വലിയ ലോകം ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാൻ കഴിയില്ല. അവർക്ക് കൊടുക്കേണ്ട പരിഗണനകൾ കൊടുക്കാൻ കഴിയില്ല. തിരിച്ച് മക്കളും മാതാപിതാക്കൾക്ക് വേണ്ടി വളരെ സഹിക്കുന്നുണ്ടാവും. ജോലിയിലും ബാക്കി കാര്യങ്ങളിലൊക്കെ ഒരുപാട് ചെയ്തിട്ടാവും ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണേ. മോനൊരു ചെറിയ പൈസ ചിലപ്പോൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടാവും. ആ കൊണ്ടുവന്ന് കൊടുക്കുന്ന പൈസൻ്റെ ഒരു കാരണം എന്നതായിരിക്കും. ഇതൊക്കെ ഓരോന്ന് നോക്കി നുള്ളിപ്പുറക്കി പരസ്പരം ശ്രദ്ധിക്കണ എത്രയോ ആളുകളുണ്ട്. വാപ്പയും മോനും കൂടിയും പോവുകയാണെങ്കിൽ വാപ്പാനോട് പൈസ കൊടുക്കാൻ പറയണ പാരൻസ് ഉണ്ട്, നിങ്ങൾ കൊടുക്കണം എന്ന് പറയുന്ന പാരൻസ് ഉണ്ട്. മോന് കുറച്ച് നല്ല ടൈറ്റാണെന്ന് തോന്നിയിട്ടാണ്. നീ ഇപ്പം എന്തിനാ ഓട്ടോറിക്ഷൻ്റെ പൈസ കൊടുത്തു എന്ന് മോനോട് ചോദിക്കണവരുണ്ട്, ഉമ്മമാരുണ്ട്.
എനിക്ക് എണ്ണിച്ചുട്ട അപ്പാണ് എൻ്റെ കയ്യിലുള്ളത്, അങ്ങനെയൊക്കെ ചിന്തിക്കണ പരസ്പരം ഭയങ്കര ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ അതൊക്കെ ആണെങ്കിലും ഞാൻ ഓക്കെ ആണെന്നല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. ഈ വഴിവിളക്കുകളൊക്കെ അണയും മുമ്പ് ആ വഴികളിൽ വെളിച്ചം പകർന്ന് ആ വഴികളിലൂടെ നടക്കാൻ എനിക്കും പറ്റണം എന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഈ ത്യാഗങ്ങൾ സഹിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ഒരു ചെറിയ ഒരു പ്രയാസം പോലും ഒരു പക്ഷേ വലിയ വേദനയായി മാറും എന്നത് ഒരു സത്യമാണ്. പക്ഷേ ആ വേദന ഒരിക്കലും ഒരു പക്ഷേ അവർ ജീവിതകാലത്ത് പറഞ്ഞു മുഷിപ്പിക്കുകയോ പറഞ്ഞ് പ്രയാസപ്പെടുത്തുകയൊന്നും ചെയ്യൂല. ഇപ്പോൾ നമ്മുടെ കഥയിലെ ഉമ്മ ചെയ്തത് മരിക്കാൻ നേരത്താണല്ലോ എൻ്റെ കുട്ടിൻ്റെ കയ്യിൽ നിന്ന് വടി തട്ടിയിട്ടാണ് എൻ്റെ കണ്ണ് പൊട്ടിയത് എന്നുമ്മ മരിക്കാൻ നേരത്താണ് പറയണത്. പലപ്പോഴും അങ്ങനെ തന്നെ അവർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മരിക്കണ നേരത്തോ പറയില്ല. പക്ഷേ മാതാപിതാക്കൾ പറഞ്ഞോ അല്ലെങ്കിൽ അവർ സഹിച്ച ത്യാഗമോ ബുദ്ധിമുട്ടുകളോ അവരറിയിച്ചോ എന്നതിനൊക്കെ അപ്പുറത്ത് ഇതൊക്കെ പടച്ചവൻ്റെ കയ്യിൽ രേഖയുണ്ടാകും എന്നതാണ് ശരിക്കും ഒരാൾക്ക് ബാധ്യത നിർവഹിക്കാത്ത ആൾക്ക് മനസ്സിൽ ബോധ്യം ഉണ്ടാവുന്നുണ്ട്. അള്ളാഹു ഇത് കാണുന്നുണ്ട്, അവനിതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ മക്കളോ അവരൊന്നും ഒരു പക്ഷേ ഇത് പറഞ്ഞിട്ടില്ലെങ്കിലും പടച്ചവൻ ഇത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്നൊരു ഭയം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായും ആവശ്യമാണ്. ഇത് ഈ കഥയിലെ ഉമ്മ ഒരു ഐഡിയൽ കഥാപാത്രമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതായത് മക്കളെ വഴി നടത്താൻ ആവശ്യമായ ശരിയായ റൂട്ടിലേക്ക് എത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞും പങ്കുവെച്ചും തന്നെയാണ് പോവേണ്ടത്. അത് ഒരു സംശയമില്ല. അത് കറക്റ്റ് എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് കൺവേ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ചോദിച്ചിരുന്നപ്പോഴും ഇതേപോലെ ഒരു വിഷയമാണ്, ഒരു കഥയാണ് നമ്മൾ എടുത്തത്. അത് പണത്തിൻ്റെ മൂല്യം ബോധ്യപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പാരൻറ്റിങ്ങിൽ വളരെ ജെന്യൂനായ ഇഷ്യൂസ് ഉണ്ട്. പ്രയാസങ്ങൾ അറിയിക്കാതെ വളർത്തുക എന്നതാണ് പലരും സ്വീകരിക്കാറുള്ള വഴി. പക്ഷേ ചില ബുദ്ധിമുട്ടുകൾ, ചില കഷ്ടപ്പാടുകൾ, ചില റിജക്ഷനുകൾ വേണമെന്നാണല്ലോ കുട്ടികളുടെ കാര്യത്തിൽ. ഇന്ന സംഗതി നടക്കില്ല, ഇന്നത് പ്രയാസമുണ്ട് എന്നതുകൂടി അറിയിക്കൽ പാരൻറ്റിങ്ങിൻ്റെ ഭാഗമാണ് എന്നത് ഉറപ്പാണ്. കുറച്ചൊരു റിസ്ക്കൊക്കെ കുട്ടിക്ക് കിട്ടണം, കുറച്ച് ടെൻഷനൊക്കെ ഒരു അടിക്കണം. ഇല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും ഫേസ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും.